ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഗൈസ്, ഞാനും അമലും ഷാമിയും ജൂനും അപ്പുറത്തും ഇപ്പുറത്തും ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. ഒരു ഏറ്റുമുട്ടൽ ഞങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇത് നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൈസ്, ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ റെഫറി ആയിട്ടാണ് എന്നുള്ളത്. ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഗൈസ് അവളെ കയ്യിലുള്ളത്. എന്നാൽ ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല, പക്ഷെ ചെറിയൊരു എക്സാമ്പിൾ ഞങ്ങൾക്ക് ഓള് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ എന്താന്നുള്ളത് ഏകദേശം പിടികിട്ടി. അപ്പൊ ഈ ബുക്കിലുള്ളത് ഈ രണ്ട് കപ്പിളിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഈ കൂട്ടത്തിൽ ഏറ്റവും പിശുക്കന്മാരായിട്ടുള്ള കപ്പിൾ അഞ്ജയും അമലും ആണ്. ഇവർക്ക് നേരെ ഉയർത്തി കാണിക്കാം. ഈ രീതിയിൽ നമ്മൾ ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണോ തെറ്റാണോ എന്ന് ഇവർക്ക് രണ്ടുപേർക്കും റിയാക്ട് ചെയ്യാവുന്നതാണ്. മുന്നിലിടെ നമ്മള് ട്രൂത്ത് എന്ന് എഴുതിയിട്ട് ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്, ലൈവ് എഴുതിയിട്ട് വേറൊരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് കോമൺ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ലൈവ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തില് കപ്പിൾസിന് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. രണ്ടും കൂടി ഒന്നിച്ച് തീരുമാനിച്ചിട്ട് വേണം എന്താ പറയാ നമ്മൾ ട്രൂത്ത് ആണോ ലൈ ആണോ എടുക്കേണ്ടത് ചൂസ് ചെയ്യാൻ വേണ്ടി. അഭിപ്രായങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ. അഭിപ്രായങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഗൈസ് ഇന്നത്തെ ചാലഞ്ച് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ചാലഞ്ച് ആണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ റഫറിക്ക് കൊടുക്കും, ലാസ്റ്റ് റഫറിന്റെ വേണ്ടി ഇരുന്ന് കുനിച്ചിട്ട് ഭൂമിയിലിട്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ചാലഞ്ചിലേക്ക് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരട്ടെ. അങ്ങനെ ഗൈസ് നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ വേണ്ടി നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബുക്കിലാ ക്വസ്റ്റ്യൻ എഴുതി വന്നത്. തമ്മിൽ തല്ലിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫുഡിന്റെ പേരിൽ അടിയാകാറുള്ളവരാണ് ജുനും ഷാമിയും. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അതിന്റെ ഒരു വശം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് അറിയുന്നതിലുള്ള ഒരു വശം എന്താ വെച്ചാല്, ജുനുവിന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊക്കെ കാണണം. അപ്പൊ ഇവിടെ അറിയാം ജുക്ക് അതിന്റെ ആവശ്യമില്ല, വെറുതെ വാങ്ങുന്നതാണെങ്കിൽ അത് കഴിക്കൂല. പക്ഷെ ഓന് പൊറോട്ട, വെള്ളപ്പം, ബീഫും മറ്റേത് മറിച്ച് എല്ലാം കൂടി കണ്ടു കഴിഞ്ഞാൽ രണ്ടെണ്ണം തിന്നാലും വയറ് നിറയും. അതെ, കുറച്ചേ കഴിക്കുള്ളൂ. പിന്നെ ഇതിപ്പോ അധികമായില്ലേ എന്നുള്ള ആ ഒരു സാധനം വരും. അതാണ് ഒരു കാര്യം. അങ്ങനെ സംഭവം ഒരു മുന്നിൽ ഇങ്ങനെ കുറെ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ കാണണം, പക്ഷെ അത്ര കഴിക്കില്ല. എന്നിട്ട് മൊത്തം ഞാൻ ഇരുന്ന് കഴിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത് ഇവിടെ കുറച്ച് ചബ്ബിയായി വന്നത്. ഇവരിങ്ങനെ പിന്നെ വേറെ കുറച്ചു നേരം മുന്നുള്ള അടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചു നേരം മുന്നേ ഞങ്ങൾ സ്നാക്സ് വാങ്ങി. സ്നാക്സ് വാങ്ങിയിട്ട് ഇവര് സ്നാക്സ് കൊടുത്തു, ഞാനും സ്നാക്സ് തിന്നാൻ തിന്നു. എന്റെ സ്നാക്സ് എടുത്തു. അപ്പൊ എനിക്ക് രക്ഷപ്പെടുത്തു. ഇവിടെ സ്നാക്സ് തിന്ന് അത് കഴിഞ്ഞിട്ട് ശ്രീന്റെ പ്ലേറ്റിൽ എരയുടെ മാത്രം. അപ്പൊ രണ്ടുപേർക്കും ഒരേ അഭിപ്രായമാണ് ഓരോ കാര്യം. ആദ്യം പറഞ്ഞത് ശരിയാണ്. അടുത്തത് അഞ്ജലിയും അമലിനെയും പറ്റിയിട്ടുള്ള കൂട്ടത്തിൽ യാതൊരു മടിയും കൂടാതെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നിന്ന് ഫ്ലേർട്ട് ചെയ്യുന്നവരാണ് അഞ്ജയും അമലും. പിന്നെ പല പേരുകൾ വിളിക്കും. പേരുകളൊന്നും അങ്ങനത്തെ റണ്ണിങ്ങിനൊരു സ്ഥലം പോയിട്ട് ഫ്രണ്ട്സിന്റെ മുന്നിൽ നമുക്ക് പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അതും ട്രൂത്താണ്. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മെസ്സ് ഉണ്ടാക്കുന്നവരാണ് ഷാമിയും ജുനും. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലേ? അതിനോട് ഞാൻ യോജിക്കുന്നില്ല. നിന്റെ ബോസ് ശരിയായില്ല, ഞാൻ ഇങ്ങനെ നിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇല്ല, പക്ഷേ എന്താ പറയാ, ബാക്കിയുള്ളവർ ഞങ്ങൾ 4 പേരെ കൂട്ടത്തിൽ ഇവര് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത് അല്ലേ? ലൈ ആണ്, ചെറിയ രീതിയിൽ ലൈ ആണ്. പക്ഷെ വേറെ കാര്യണ്ട്, ഷാമിയും ജുനും കൂടി നിൽക്കുന്ന സമയത്ത് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും വരാറുണ്ട്. ഫോട്ടോയുടെ വിഷയത്തിൽ കുഴപ്പമില്ല, അവർ രണ്ടാളുമായിട്ട് ഫോട്ടോക്കും പ്രശ്നമാണ് ചെറിയ രീതിയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബമ്പർ ലോട്ടറി അടിച്ചാൽ ഏറ്റവും അച്ചടക്കത്തോടെ അത് ചിലവഴിക്കുന്ന കപ്പിളായിരിക്കും അഞ്ജയും അമലും. അത് ശരിയായിരിക്കും, പക്ഷേ
5 അങ്ങനെയാണ്. പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അത് പറയാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ ബമ്പറിൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് എക്സൈറ്റ്മെന്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും നല്ല രീതിയിൽ കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് ചെയ്യല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് കപ്പിൾസിനും ഒരേ അഭിപ്രായമാണ് guys. ഇതുവരെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. വന്നിട്ടില്ല. വരുമെന്നാണോ? ആ, അടുത്തത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ചിന്തിച്ച് ഉത്തരം പറയണം. ഒരു കാട്ടില് ആന കുത്താൻ വന്നു. അപ്പൊ ആദ്യം ഓടി രക്ഷപ്പെടുന്ന കപ്പിളായിരിക്കും ഷാമിയും ജുനും. ഇല്ല, ആന എന്ത് ചെയ്യാൻ നിങ്ങൾ ആ സിറ്റുവേഷൻ ആദ്യം ആലോചിക്കണം. ശരിയാ സിറ്റുവേഷൻ ആലോചിക്കണം. ശരിയാ ശരിയാ. പക്ഷേ അങ്ങനെ ഓടി ഒളിക്കൂല, എന്നാലും അല്ലേ? അങ്ങനെ അല്ല, ദുഷ്ടതയ്ക്ക് അപ്പുറത്തേക്ക് ഭയമാണ്. ഭയം ആനനെ കാണുന്നതിന് മുന്നേ പോകും. അതെ, ആ ഒരു രീതിയിലുള്ള ഭയം മാത്രമാണ്. അല്ലാതെ ദുഷ്ടത അങ്ങനെ സംഭവമൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും പെട്ടിരിക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവും തോന്നില്ല. ആന വന്നാ ഓടിക്കാം എന്നൊക്കെയുള്ള ഒരു- ഇതിപ്പോ ഏതാ എടുക്കണ്ടേ? ഓർക്കെന്നെ ഒരു doubt ഉണ്ട്. അല്ല, truth അല്ല, ഞങ്ങൾക്ക് doubt ഒന്നുമില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ ഓടുന്നില്ല. അത് ഓടില്ല, ആന അവിടെ പിന്നെ മെല്ലെ ആദ്യം എല്ലാം നടന്നു പോയി ഒളിക്കുള്ളൂ. ഇല്ല, ഓടിച്ച് കാര്യമൊന്നുമില്ല, ആന ചെയ്തോണ്ടാവും. അതെ. അതെ. എന്നാ ഓക്കേ, truth. മാറ്റാം. അല്ല അല്ല, അതുകൊണ്ടല്ല, ഇനിയിപ്പോ അഥവാ ആന വന്ന് നമ്മൾ ഓടുന്ന നമ്മൾ ഉള്ളിൽ ഉണ്ടാവില്ല. ഓടിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ, 6 പേരിൽ ആദ്യം ഉറക്കം എഴുന്നേൽക്കുന്നത് അഞ്ചിയും അവലുമായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥകൾ കൺസിഡർ ചെയ്യണേ. ട്രൂത്ത്. അയ്യോ. അമ്മേ, ചില നേരം തുറക്കണിച്ച് ഞങ്ങൾ ഇപ്പൊ ഒരു സ്ഥലത്ത് പോവാണ്ടെങ്കിലോ ഇല്ലെങ്കിലും രാവിലെ 7 മണിയാകുമ്പോ അളിയാ 7 മണിയൊന്നല്ലേ കിടക്കുന്നത്. 2 മണിക്കാണ് കിടന്നെങ്കിൽ 10 മണി. അങ്ങനല്ല, എന്നാലും എന്നാലും നേരത്തെ ഞങ്ങളിൽ എല്ലാവർക്കും നേരത്തെ അറിയാവുന്ന അത് നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ട് കണക്കാക്കും. എന്താ പറയണ്ട, തീർച്ചയായും. തീർച്ചയായിട്ടും ഞങ്ങളതൊരു ക്വാളിറ്റി ആയിട്ട്. ചില സമയത്ത് ജിച്ചികളൊന്ന് കിടന്നുറങ്ങിയാൽ മതിയെന്നുള്ള അവസ്ഥ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് രാവിലെ എണീക്കേണ്ട ആവശ്യം ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഇവർ എണീക്കാനുള്ളൊരു ആ ഒരു ഭാഗത്തെ പറ്റി ഇവർ ചിന്തിക്കുകയും ചെയ്യുള്ളൂ. അതാണ് അതിന്റെ വേറെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ എണീറ്റ് പോകുന്നതാണ്. അത് അങ്ങനെയുണ്ട് guys. ഔട്ടിങ്സിന് പോകുമ്പോൾ ആവറേജ് ഫുഡിന് ഇല്ലാത്ത ഹൈപ്പ് കൂട്ടി പറഞ്ഞ് മറ്റുള്ളവരെ കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന കപ്പിളാണ് ഷാമി ജുനും. ശരിയാണ്. ചെറുതായിട്ട് അതില്ലേ ഞങ്ങൾ കഴിച്ച സമയത്ത് നല്ല food ആയിരിക്കും. അതെ. പിന്നെ നിങ്ങൾ നമ്മളെല്ലാരും കൂടി പോയി അത് കഴിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധവശാൽ അതിലെന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടാവും. അതാണ് അത്രേ ഉള്ളൂ. ഒരു ഇതിലെത്തില്ല. ഇവരിതുവരെ നിങ്ങൾ ഒരു തീരുമാനത്തിൽ ഉത്തരവിലെത്തും. എത്തിയിട്ടില്ല. എനിക്കത് ശരിയാണെന്ന് തോന്നുന്നു. അമലേട്ടൻ അതില് എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം. ഞാൻ കഴിച്ചതിൽ ഇതുവരെ എനിക്ക് മോശമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അത് ഒരു ഹൈപ്പാണ് ഫുഡില്. ഞങ്ങൾ ഹൈപ്പ് തന്ന ഫുഡിൽ എനിക്ക് അങ്ങനെ മോശമായിട്ടൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ഓക്കെ, എന്നാ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ യോജിക്കുന്നു. ഒരു അഭിപ്രായ വ്യത്യാസം. ഓക്കെ, ശരി. അല്ല ഞങ്ങൾ വെച്ചാലും ഞങ്ങൾ പല സ്ഥലത്ത് പോയിട്ട് അങ്ങനെ ഫുഡ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഇതൊക്കെ തിന്നലുണ്ട്. കഴിച്ചിട്ട് നമ്മൾ പോയിട്ട് എല്ലാരോടും പറയും അടിപൊളി. അതുകൂടെ പറഞ്ഞിട്ടായിരുന്നു ഒരു പുട്ടുകഥ. അതുകൂടി പറഞ്ഞോളൂ. പുട്ടും മട്ടൻ കറിയും. മട്ടൻ കറി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കഴിക്കണം, നമുക്ക് പോകുമ്പോ തിന്ന് നോക്കണം എന്നൊക്കെ ഞങ്ങൾ പറയലുണ്ട്. അങ്ങനെ ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ആ സ്ഥലത്തിൽ ഉണ്ടാവും. അതാണ് സത്യം. തമ്മിൽ തീരെ അടി കൂടാത്ത കപ്പിളാണ് അഞ്ചിയും അവനും. അയക്കണ്ട. അതെ, അതെ, ദിവസം 2 വീതം 3 നേരത്തൊക്കെ ഞങ്ങൾക്ക് എന്താ സൂര്യ ഉണ്ടാവാറ്. അത് എല്ലാരും സീരിയസ് ആയിട്ട് രീതിയിലൊന്നല്ല. ചിലത് കുറച്ച് നീണ്ടുപോകും, ചിലത് പെട്ടെന്ന് അല്ല, കഴിയും. സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറയുന്നതൊക്കെ അറിയാം. പിള്ളേരത്തെ പണക്കം ഉണ്ടാവുന്നു, സ്വാഭാവികമായിട്ടും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇടുമ്പോൾ ക്യാപ്ഷൻസ് അല്ലെങ്കിൽ സോങ്സ് സെലക്ട് ചെയ്യാൻ അടി ഉണ്ടാക്കുന്ന കപ്പിളാണ് ഷാമി അഞ്ജുനും. സത്യാണ്. ലാസ്റ്റ് ഹോസ്റ്റലിൽ നമ്മള് അടി ഉണ്ടാക്കലുണ്ട്. അടി ഉണ്ടാക്കുക. അടി ഉണ്ടാക്കുക അല്ല, ലാസ്റ്റ് ഹോസ്റ്റൽ എന്ത് ഇല്ല, സോസിന്റെ ഒക്കെ ഓക്കെ ഇനി. അങ്ങനെ പോസ്റ്റ് ചെയ്ത് ഈ പാട്ടാട്ട് അപ്പം തന്നെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് പിന്നെ വേറെ മാറ്റുന്നു. എനിക്ക് പാട്ട് ഭയങ്കര നല്ല പാട്ട് വെക്കണം guys. ആ ക്യാപ്ഷൻസ് പാട്ടൊക്കെ വെക്ക് ട്രെൻഡിങ് ഭയങ്കര ആയിട്ട്. പിന്നെ ഇന്റതും അദ്ദേഹത്തിന്റെ ഒക്കെ ഞാൻ തന്നെ അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം. ഞാൻ ഇവളോട് ചോദിക്കുക, ഇവള് പറഞ്ഞത് ഞാൻ. അതെ. സീരിയസ് മൊമെന്റ്സിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ തമാശ പറഞ്ഞ് ചിരിക്കുന്നവരാണ് അഞ്ചിയും അവനും. അത് ഞാനും ഷാമിയാ. അത് ഇവരെ ഉണ്ടാവും. അതാണ് അതിന്റെ കറക്റ്റ്. അത് ലയ്യാണ്, ലയ്യ. അത് ലയ്യാണ്. ഉറപ്പാണോ? ആ, ഉറപ്പാണ്. ഈ റഫറിക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ട്. അവസാനം നമുക്കത് കാണണം.
ഓക്കെ എനിക്ക് അപ്പുറം ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ couples തമ്മിൽ ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ പെട്ടെന്ന് മറന്നു പോകുന്ന കപ്പിളായിരിക്കും ഷാമിയും ജുനു. ഏയ്. അല്ലല്ല ട്രിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മറന്നു അയ്യോ. അയ്യോ. രാത്രി pack ചെയ്തിട്ട് അങ്ങനെ കിടന്നുറങ്ങും രാവിലെ. ചിലപ്പോ ഇങ്ങനെ ഇരിക്കും രാവിലെ വേണ്ടിട്ട് ചിലപ്പോ ആ, അത് സത്യം. എന്തെങ്കിലും പ്ലാനിങ് ആണെങ്കിൽ പിന്നെ അതിൽ ഏറ്റവും ഉത്സാഹം കാണിക്കുന്ന ടീം അവരുണ്ടാവും. അതെ. അങ്ങനെ plan ഒരിക്കലും പറയാൻ പറ്റില്ല. അതെ, അതെ, അതെ. ഗ്രൂപ്പ് ചാറ്റുകളിൽ ഏറ്റവും അവസാന റിപ്ലൈ ചെയ്യുന്ന കപ്പിളായിരിക്കും അഞ്ജയും അവരും. ഏയ് അത് തെറ്റാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ അവസാനം റിപ്ലൈ ചെയ്യുന്നവരല്ല. പക്ഷെ അതിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് റിപ്ലൈ ചെയ്യുന്നത് ഞാൻ. അതെ, 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 അതെ. ചെറിയ സാങ്കേതിക കാരണങ്ങളാൽ ചിലപ്പോ ലേറ്റ് ആയി പോകും. അതെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ നമ്മള് ഫുള്ളി നമുക്ക് പറയാൻ പറ്റും. അതെ, ആ സ്റ്റേറ്റ്മെന്റിനെ ഞങ്ങൾ ഇവിടെ ശരിയല്ല നമ്മൾ. അതെ, സ്റ്റേറ്റ്മെന്റിനെ ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു. ശരിയാണെന്ന് പറഞ്ഞില്ല, ശരിയാണോ തെറ്റാണോ ചോദിച്ചല്ലേ ഉള്ളൂ. ഓക്കേ, ഇനി അടുത്ത question. ഏറ്റവും വിയേർഡായ നിക് നെയിംസ് ഉണ്ടാക്കുന്നവരാണ് ഷാമിയും ജനുവും. ചെറിയ അതിപ്പോ ഒരാളെ നമുക്ക് അങ്ങനെ പറയാം. അത് എല്ലാവരും ഉണ്ടെന്നാ ഞാൻ പറയുമ്പോ. ഞാൻ പറയുമ്പോ ഞങ്ങൾ 4 ആൾക്കാർ weird nicknames ഉണ്ടാക്കുന്ന അതല്ല അതെ. ട്രൂത്തിന്റെ ബോർഡ് പിടിച്ചിട്ട് അങ്ങനല്ല. ഇങ്ങനെ പിടിച്ചോ? അതെ. ഇത് ശരിയാണ്. കാര്യം ഞങ്ങളും അങ്ങനത്തെ കൂട്ടത്തിലുള്ളതാണ്, ഇവരും അതേപോലെ തന്നെയാണ്. അതെ. ഫണ്ണായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു പേര് അതിലാണ് നമ്മൾ ഈ വെറുതെ പറഞ്ഞ നിക്നെയിംസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ട് വരലുണ്ട്. ഉഷാർ അല്ല, ആ, നമ്മളിങ്ങനെ പക്ഷെ ഇടുന്ന നമ്മൾ പേര് അറിഞ്ഞിട്ട് പറയുന്നതല്ല. നമ്മളിങ്ങനെ ഇടുന്ന പേരുകൾ നമ്മുടെ ഉള്ളില് നമ്മക്കടിയിൽ അത് രസമാണ്. അതെ, അതെ. നമ്മളത് എടുക്കാറില്ല. എന്താണല്ലോ ഒന്ന് രണ്ടെണ്ണം പറയാല്ലേ? വേണ്ട. അല്ല, ഒന്ന് രണ്ടെണ്ണം. വേണ്ട, വേണ്ട. അത് നമ്മളുടെ ഇടയിൽ ഒതുങ്ങിക്കോളും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണത് എത്ര ഉണ്ട് എന്നുള്ളത്. എല്ലാരും അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പേരുകളാട്ടോ. നല്ല ഫണ്ണി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് ആയിട്ടുള്ള പേരുകൾ. ഗ്രൂപ്പിൽ മറ്റുള്ളവരെക്കാൾ പങ്ക്ച്വൽ ആയിട്ടുള്ളത് ഷാമിയും ജുനുവുമാണ്. റിയൽ ലൈഫിൽ അല്ല, അല്ല, അല്ല. ഒരു വീഡിയോ കോൾ വിളിച്ചാൽ പോലും അതെ. എടുക്കാത്ത ടീംസാണ്. അതെ, 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 അതെ. പിന്നെ ഗ്രൂപ്പില് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സെപ്പറേറ്റ് ആക്കി പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ജുനു പങ്ക്ച്വൽ ആയിരിക്കും, ഷാമി അല്ല. ഒറ്റക്കാക്കിയില്ലെങ്കിൽ ഇല്ല, ഞാൻ ആ സമയത്ത് ഞാൻ അങ്ങനെ പങ്ക്ച്വൽ ആയതല്ല ടീം. ഓള് പഞ്ചലാണ്. ഞാൻ വന്നതിന്റെ ബാക്കിൽ ഓള് വേറുണ്ട് ഗ്രൂപ്പിലൊക്കെ. ചില സമയത്ത് ഇവിടെ വന്നാലും നീ വരില്ല. ഗ്രൂപ്പില് കിട്ടാത്തത് തന്നെയാ. അതാ നമ്മുടെ സാഹചര്യ നമ്മള് സമ്പർക്കം വിളിച്ചെടുക്കൂല, ഇന്നലെ വിളിച്ച ലാസ്റ്റ് എടുക്കും. അതെ. സാഹചര്യ സമ്പർക്കം പോലെ അത് ഇവള് ലൈക്ക് ചെയ്ത് വെച്ച റീലുകളിലുള്ളതാണ്. എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിലോ, നിങ്ങൾ ടെക്സ്റ്റിന് റിപ്ലൈ കാണുന്നില്ലെങ്കിലോ ഞാൻ ചെയ്യുന്നത് ഇതായിരിക്കും. എന്നിട്ട് അടിക്കാൻ തുടക്കാൻ തിരുമ്പ തൂത്ത് എനിക്ക് ചെയ്യുന്നത്. അതാ കഴിച്ചത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ കോൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കൂട്ടത്തിൽ കണ്ണാടിയുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് സൗന്ദര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണ് അഞ്ജിയും അവനും. അങ്ങനല്ല, അല്ല, അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഇല്ല. അങ്ങനെയല്ല. എല്ലാവരും ഒരു കാട്ടിലകപ്പെട്ടു. കൃത്യമായ വഴി കണ്ടെത്താമെന്ന ഓവർ കോൺഫിഡൻസ് തന്ന് എല്ലാവരും വഴി തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു കപ്പിളാണ് ഷാമി. അത് കപ്പളുടെ കൂട്ടരുത്. അതെ, അതിന് മാത്രം നാട്ടിലില്ലാത്ത ഇടപെടലുകൾ അല്ല. എത്ര വഴികൾ ഞങ്ങൾ അതെ, നമ്മള് നല്ലപോലെ പോകുന്ന റോട്ടിൽ വേറെ റൂട്ടിൽ കൊണ്ടുപോയി അവിടെ ബ്ലോക്ക് കിടന്ന് അങ്ങനത്തെ രീതിയിലാണ് ഞങ്ങൾ പല സ്ഥലത്തും പോവാറ്. ഞാനിപ്പോ സത്യം പറഞ്ഞ ആ പരിപാടിക്ക് നിൽക്കില്ല. ഇല്ല. അല്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിടത്തോളം പിന്നെ ഇവിടെ അങ്ങനത്തെ ഒരു പേരിന്റെ വീടുണ്ട്, കട്രോഡ് ശാപം. കട്രോഡ് ശാപം, അതാണ് അവന് പേര് കിട്ടിയത്. അതെ, എന്താ പറയാ, ഇപ്പൊ മെയിൻ റോഡിലെ ബ്ലോക്ക് ആയിരിക്കും. ആ ബ്ലോക്ക് ചിലപ്പോൾ 10 മിനിറ്റ് 5 മിനിറ്റ് കഴിഞ്ഞാൽ അത് പോവും. പക്ഷെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കട്രോഡ് കൂടെ എടുത്ത് ആ കട്രോഡിലെ ഒരു ലോറി അത് വന്നാൽ കഴിഞ്ഞു. അവിടെ കൊറേ നേരം നമ്മള് വെയിറ്റ് ചെയ്യേണ്ടി വരും. മെയിൻ ബ്ലോക്ക് ആണെങ്കിൽ തീർന്നിട്ടും ഉണ്ടാവും. അതുകൊണ്ട് ആ പരിപാടി ഞാൻ നിർത്തി. ഇപ്പൊ കറക്റ്റ് ഗൂഗിൾ മാപ്പ് ഒക്കെ നിർത്തി പറഞ്ഞു കഴിഞ്ഞാല് പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് അറിയില്ല. ഇനിയിപ്പോ പോയി നോക്കി അറിയാം. ഒരു ഫൈറ്റിന് ശേഷം ആദ്യം സോറി പറഞ്ഞ് കോംപ്രമൈസ് ആവുന്ന കപ്പിളായിരിക്കും ഷാമിയും ജനുവും. സോറി പറഞ്ഞ നമ്മൾ കോംപ്രമൈസ് ആവാറുണ്ട്. കോംപ്രമൈസ് ആവാറുണ്ട്. ഞാൻ അതിൽ അങ്ങോട്ട് കോംപ്രമൈസ് അത് ശരിയാണ്. ഞാൻ അങ്ങനെ വിളിച്ചാൽ ഞങ്ങൾക്കൊരു അഭിപ്രായത്തിലെത്താൻ പറ്റില്ല കേട്ടോ. അത് ജുൻക ഒരു പ്രശ്നം. ജുൻക പെട്ടെന്ന് സോറി പറയും. ഞാൻ ഇവള് കുറച്ച് ടൈം എടുക്കും. പിന്നാരെ നടക്കണം കൊറേ. അതിപ്പോ ഗേൾസ് എല്ലാരും ഏകദേശം അതുപോലെ തന്നെയാന്ന് തോന്നുന്നു.
ആയിരിക്കാം. പറയാ ഉത്തരം എന്താ തരാ? ഉത്തരം ഞങ്ങൾക്ക് ഉത്തരമില്ല. ഉത്തരം തരാൻ എന്തെങ്കിലും ഒന്ന് തരാൻ പറ്റുമോ? ട്രൂ ആണ്. ജുനു എന്ന് വെച്ച് ആലോചിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ട്രൂ എടുക്കാം. ട്രൂ ആണ്, പക്ഷെ എന്നെ വെച്ച് അതെ. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയ കപ്പിൾസ് ആണ് അഞ്ജിയും അമലും. അതെ, പോസ്റ്റ് ഇടുക എന്നുള്ളത് എപ്പോഴെങ്കിലും ഇടുന്നതല്ലാതെ ഭയങ്കരമായി ആക്റ്റീവ് ആവും. റീൽസ് കാണും, അല്ലാതെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതെ, സ്റ്റോറീസ് ഒന്നും അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരെയല്ല രണ്ടുപേരും. അവസാന നിമിഷത്തിൽ കുറെ പ്ലാനുകൾ മാറിപ്പോയി, എന്നാൽ അതിൽ യാതൊരു വിഷമവും കാണിക്കാതെ തമ്മിൽ യാതൊരു പിണക്കവും ഇല്ലാതെ ഇരിക്കുന്നവരായിരിക്കും അഞ്ജിയും അമലും. അങ്ങനെ ഒരിക്കലല്ല, പ്ലാൻസുകൾ ഉണ്ടെങ്കിൽ അത് നടന്നേ പറ്റുള്ളൂ. അതെ, നടന്നേ പറ്റുള്ളൂ. അത് അഥവാ അങ്ങോട്ടും കൂടെ പോയി സങ്കടമായി. അതെ, ഇപ്പൊ ഞങ്ങൾ ഒരു സാധനം പ്ലാൻ ചെയ്തിട്ട് ഇന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് അമലുവിന് ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് നടന്നില്ലല്ലോ എന്നുള്ള നല്ല വിഷമം വരും. തിരിച്ചാണെങ്കിൽ എനിക്ക് നല്ല വിഷമം വരും. അതിന്റെ പോലെ ചെറിയ രീതിയിൽ ഒരു അടിയാവും. അപ്പൊ അതെന്തായാലും ലയ്യാട്ടോ. വാക്ക് തർക്കം അടിയല്ല. അതെ, വാക്ക് തർക്കം. ശ്രദ്ധിച്ചു കേൾക്കണം. പെട്ടെന്ന് ബുദ്ധി കൂടാനുള്ള മരുന്നും പെട്ടെന്ന് സൗന്ദര്യം വെക്കാനുള്ള മരുന്നും കയ്യിൽ കിട്ടിയാൽ ആദ്യം സൗന്ദര്യത്തിന്റെ മരുന്നെടുത്ത് കഴിക്കാൻ സാധ്യതയുള്ളവരാണ് ഷാമിയും ജുനും. അതെ അല്ലെ? സൗന്ദര്യം കൂടെ ഇഷ്ടമാണ്. അപ്പൊ ബുദ്ധിന്റെ ബുദ്ധി കൂടുതൽ ഉണ്ടായോണ്ട് സൗന്ദര്യത്തിന്റെ മരുന്നിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അത് മതിയായി. പിന്നെ സ്കിന്നറും ചെയ്യണ്ടല്ലോ. നിന്റെ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു പൊടി അടിച്ചാൽ മതി, അപ്പഴത്തേക്കും അതും ഇതൊക്കെ ആയിട്ട് മുഖത്ത് വന്നു. ഓക്കെ, അടുത്ത ദിവസം ചോദിക്കട്ടെ. എപ്പോഴും ഒരു ഡിറ്റക്റ്റീവ്സിനെ പോലെ ജാഗരൂകരായി ഇരിക്കുന്നവരായിരിക്കും അഞ്ജിയും അമലും. എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ആ ഒരു ത്വരയുള്ളവരായിരിക്കും. ശരിയാണോ തെറ്റാണോ? ചോദിച്ചോ, നിങ്ങൾ സ്വകാര്യമായിട്ട് തീരുമാനിക്കും, ഞങ്ങൾ സ്വകാര്യമായിട്ട് തീരുമാനിക്കും. അത് ശരിയാണോ? അങ്ങനെ ഇല്ലല്ലോ, ചില കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിറ്റക്റ്റീവ് പോലെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതെ അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല, നോർമലി എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ രീതിയിൽ അല്ലാതെ കൂടുതൽ തോന്നുന്നു. അതുകൊണ്ട് അതിന്റെ പകുതി പ്രശ്നങ്ങൾ ഞങ്ങൾ സോൾവ് ആയി പോകും. ശ്രീ എല്ലാ കാര്യങ്ങളും നോക്കി, ശ്രീക്ക് എല്ലാ കാര്യം അറിയണം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഒക്കെ അറിയണം, അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ശ്രീയാണ് അങ്ങനത്തെ ഒരാള്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പൊസസീവ്നെസ് ഏറ്റവും കൂടുതലുള്ള കപ്പിളാണ് ഷാമിയും ജുനുവും. ചില കാര്യങ്ങളിൽ മാത്രം നമ്മൾ പൊസസീവ് എന്നുള്ള രീതിയിലല്ല. പുറത്തുനിന്ന് വേറെ പെൺകുട്ടികളൊന്നും ഇതിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് കുറച്ച് പോസിറ്റീവ്നെസ് അതുണ്ടാവും. കാരണം അങ്ങനെ സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സാധനം എന്നാലും ഇവിടെ സ്വഭാവം വെച്ചിട്ട് പോസിറ്റീവ്നെസ് ഉണ്ടാവും. എനിക്ക് ഇതുവരെ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. എപ്പോഴും മറ്റുള്ളവരെ ടീസ് ചെയ്യുന്ന കപ്പിളാണ് അഞ്ജിയും അമലും. അഞ്ചും അമലും ഉണ്ടോ എനിക്ക്? അങ്ങനെ ടീസ് ചെയ്യില്ല. ഇവർ രണ്ടാളാണ്. ഇവരെ കൂട്ടാൻ പറ്റും. അവര് പലപ്പോഴും ഇരയാവാറാണ്. ഞാൻ ഇടക്കിടക്ക് ജുനുവിന് ഇളക്കലുണ്ട്, ഞാൻ വേറെ ഇളക്കില്ല, വേറെ ആരും എങ്ങനെ ഇളക്കലില്ല. ഞങ്ങൾ പിന്നെ വെറുതെ ആവശ്യമില്ല എല്ലാരും തമാശക്ക് ഇങ്ങനെ അതും ഇതൊക്കെ പറയാം. ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തെ പബ്ലിക് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നവരാണ് ഷാമിയും ജുനുവും. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ അങ്ങനെ ആരും കേൾക്കുമ്പില്ല, പബ്ലിക്കിൽ നിന്നിട്ട് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്താ പ്രശ്നം അത് ഒച്ചയുണ്ടല്ലോ. പുറത്തിറങ്ങുന്ന സമയത്ത് പരിസരം മറന്ന് ഫൈറ്റ് ചെയ്യാൻ മുഖം കൊണ്ട് കുറച്ച് കൊലിസ്റ്റുകൾ കാണിക്കാം. ഇവര് ഡൗൺ ആണ്, അപ്പൊ
നമുക്ക് അറിയാം, മുഖം കണ്ടിട്ട് നമുക്ക് അറിയാം. എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ഞങ്ങൾ അങ്ങോട്ടും പറയും. അത്രേ ഉള്ളൂ. അല്ലാതെ എന്താ ഏതാണെന്നൊന്നും അങ്ങനെ പബ്ലിക് ആക്കാൻ അതെ ചിലപ്പോൾ റെഡിയാവും ചെയ്യും. അതെ ഞാൻ മാത്രം. എല്ലായ്പ്പോഴും കീ അല്ലെങ്കിൽ വാലറ്റ് അല്ലെങ്കിൽ ഫോൺ മറന്നു വെക്കുന്ന ഒരു കപ്പിളാണ് അഞ്ചി മകലും. മറന്നു വെക്കാറില്ല. ഞാൻ മറക്കൂല. 5 ഓർക്കുന്നുണ്ടോ? 5 ഫോണിൽ ഫോൺ മാറ്റിക്കോട്ടെ. ഇല്ല അതേ മാറ്റി ഞാൻ സമ്മതിക്കില്ല. ഇല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് 5 ഫോൺ മറക്കുന്നതിന്റെ പിന്നിലൊരു റീസൺ എന്താന്ന് വെച്ചാൽ അമലായിട്ടുള്ളപ്പോഴേ 5 ഫോൺ മറക്കാറുള്ളൂ. അപ്പൊ 5 ഫോണിന്റെ ആവശ്യം വരുന്നില്ല. അതെ, കാരണം എനിക്ക് ആ ഫോൺ എവിടെ വെച്ച്, അതായത് ഫോൺ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കത് ഓർമ്മ ഉണ്ടാവുക. അത് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ പോലെ എനിക്ക് വരാൻ പറ്റില്ല. അതെ സത്യം. അതെ അതെ അല്ല അതെ പറ. അല്ല സംഭവം വെച്ചാൽ അമലായിട്ടുള്ള സമയത്താണ് ഈ ഫോൺ അവിടെയും ഇവിടെയും വെച്ച് മറന്നുപോയത്. അപ്പൊ അമലായിട്ട് കൂടെ ഉള്ളപ്പോ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറെ കോളും വരാനില്ല. ഞാൻ അധികം കാണലുണ്ട്. 5 ഫോണ് അധികം കൊണ്ടുനടക്കാറില്ല. പിന്നെ കണ്ണൂരാവുന്ന സമയത്ത് ഞങ്ങൾ വിളിച്ചാലും കിട്ടല്ലേ, കാരണം അമലായിട്ട് കൂടല്ലേ. അതെ അധിക സമയത്തും അങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ എന്ന് പറഞ്ഞാൽ പൊതുവെ ഞങ്ങളുടെ 6 പേരുടെ ഇടയിലുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 6 പേര് ഒന്നിച്ചുണ്ടെങ്കിൽ ഫോൺ നമ്മൾ യൂസ് ചെയ്ത് വളരെ കുറവായിരിക്കും. കാര്യം പെട്ടെന്ന് ആക്സസിബിൾ ആയിരിക്കില്ല, എവിടെയെങ്കിലും ഉണ്ടാവും, പക്ഷെ എവിടെയും നമ്മൾക്ക് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലാണ്ട് എല്ലാരും കൂടി ഇരിക്കുന്ന സമയത്ത് അങ്ങനെ 6 പേർക്ക് ഫോണിന്റെ അങ്ങനെ ഒരു ആവശ്യം കൂടുതൽ വരാറില്ല. പിന്നെ ഇവര് 3 കൂടെ ഗെയിം കളിക്കുമ്പോ അമലായിട്ടും കൈയും കൂടെയാണ് ഗെയിം കളിക്കുക. ഇവര് ഗെയിം കളിക്കുന്ന സമയത്താണ് ഞങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കപ്പിളായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഫുഡുകൾ കരിഞ്ഞു പോകുന്ന രീതിയിൽ പാചകം ചെയ്യുന്നവരായിരിക്കും ഷാമി ജുനു. ഷാമി അങ്ങനെയല്ല, ജുനു ചിലപ്പോൾ അങ്ങനെ ആവാറില്ല. എന്നാലും ഓരോ ഒന്നിച്ചങ്ങനെ കുക്ക് ചെയ്ത് അധികം കണ്ടിട്ടില്ല. അല്ല ഇവര് എന്താ പറയാ സ്റ്റുഡിയോയിലാവുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നുണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ ചിലപ്പോ എന്തെങ്കിലും ഒരു കഴിഞ്ഞിട്ടേക്കും വരുന്നത് ഈ മറ്റേ കരിയല്. അതെന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഷാമി ഉണ്ടാവുമ്പോ അത്ര വിഷയം ഉണ്ടാവാറില്ല. പക്ഷെ ജുനു കൂടെ വന്നു കഴിഞ്ഞാൽ അത് കരിയാനുള്ള സാധ്യത ഫ്ലെയിം കൂട്ടി വെച്ച് അത് ഓന് കുറയ്ക്കണോ കുറയ്ക്കണ്ടേന്നൊന്നും വലിയ ഐഡിയ. അതെനിക്ക് അതിനെ പറ്റി വലിയ ഐഡിയ. പക്ഷെ ഇപ്പൊ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയാം. അതിവിടെ കുക്കിംഗ് ചാലഞ്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അല്ലാതെ അറിയില്ല. അപ്പൊ ഇത് ട്രൂത്ത് ആണോ ലൈയാണോ? അത് ലൈയാണ്. മാത്രമേ അത് ഇടാൻ പറ്റുള്ളൂ. നമ്മുടെ ആയാലും ആപ്ലിക്കബിൾ അല്ല. അതെ അതെ അപ്പൊ അത് ലൈയാണ്. ലൈ. ഓക്കെ, അടുത്തത് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞു. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സോംബി അറ്റാക്ക് വരികയാണെങ്കിൽ സർവൈവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കപ്പിളാണ് അഞ്ജിയും അമലും. സോംബി ഇവരൊക്കെ ഉണ്ട് ഓടിക്കാണെന്ന് പറഞ്ഞു. സോംബി അറ്റാക്ക് വന്നു കഴിഞ്ഞാല് ഞാൻ ബോധം കിട്ടി വീഴും ഫസ്റ്റ്. ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ തോന്നില്ല അല്ലേ? ഇതിപ്പം സോംബി എങ്ങനെയാണെന്ന് എനിക്ക് അതുപോലെ ഉണ്ടാവും. സോംബിയെ അപേക്ഷിക്കുമ്പോഴായിരിക്കും അല്ല സോംബിയെ നല്ലോണം അവരായിട്ട് എന്തൊക്കെ എങ്ങനെ പോവാ? അതെ, സാധു സോംബി ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ടെററാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, സോംബിനെ അമലേട്ട കമ്പനി ആക്കി സോംബിന്റെ അടുത്ത് നിന്ന് വാങ്ങാനാണ് ചാൻസ് കൂടുതൽ. ഭയങ്കര വിഷയമാണ്, ബാക്കിയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ നടക്കുകയാണ്. പല ടൈപ്പ് സോംബി ഉണ്ട്. ഇപ്പൊ എഴയുന്ന സോംബി, മെല്ലെ നടന്നു വരുന്ന, കുഴഞ്ഞു വരുന്ന സോംബി, ഇല്ല ഓടി വരുന്ന സോംബി. ഇതും നമുക്കൊരു മാച്ചാണ്. ഓടി വരുന്ന സോംബി ആണെങ്കിൽ ഓടി വരുന്ന സോംബി ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അടിപൊളി. ശരിയായിരുന്നു, കുറെ തെറ്റായിരുന്നു. പക്ഷെ എല്ലാവരും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം അങ്ങനെ ഭയങ്കരമായിട്ട് വന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ അധികം വന്നിട്ടില്ല. ഞങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെ അടിയാവുന്നു, പക്ഷെ ആ ലെവലിലോട്ട് ഇത് പോയിട്ടില്ല. ഞങ്ങൾ വളരെ സംയമനത്തോടു കൂടി ഈ ഒരു സാഹചര്യത്തെ ഡീൽ ചെയ്തു. അപ്പൊ ഇന്നത്തെ വീഡിയോ
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിട്ട്. നിങ്ങൾക്ക് കുറെ ഇതിൽ നിന്നും ഞങ്ങളെ പറ്റിയിട്ട് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നേരെ